65-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട 12 പേരോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലാണ് എന്ന് പറയുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അതിനു മുൻപായിട്ട് 65-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഇന്ന് ദേവാലയത്തിൽ ഈ 5 ദിവസവും നിങ്ങൾ ഓരോരുത്തരും ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് ദൈവത്തിൻ്റെ പ്രത്യേകമായ വരം ലഭിച്ചത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടി ഈ 5 ദിവസത്തെ ആത്മീയ വിരുന്ന് നൽകിയ കാർമൽ മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഇതിനെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ പുൽക്കിനച്ചൻ അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അധ്യാപകനാണ്, എൻ്റെ സെമിനാരിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. അതിനേക്കാളുപരി നമ്മുടെ ഇടവകയിലെ 92 കാലഘട്ടത്തിലെ കൊച്ചച്ഛനായിരുന്നു. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ മുമ്പോട്ട് നീങ്ങുന്ന ഈ കാർമൽ മിനിസ്ട്രി വളരെ സ്തുത്യർഹമായ ഒരുപാട് മിനിസ്ട്രീസ് ഇവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി വികാരത്തിൻ്റെ പേരിലും ഇടവകയുടെ പേരിലും നന്ദി സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ സോണി ബ്രദറാണ് ഇതിൽ നേതൃത്വം വഹിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഈ ആത്മീയ മേഖലയിലും ഇതുപോലെ നിരന്തരമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ കൃപ, നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവർക്ക് മാത്രമേ ഈ ആത്മീയ ശുശ്രൂഷയിൽ നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ 5 ദിവസങ്ങളിൽ നമ്മൾ ബ്രദറിനെ ശ്രമിച്ചു. ബ്രദറിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കാനായിട്ട് സാധിച്ചു. ഒത്തിരിയേറെ കൃപകളൊക്കെ ദൈവം ബ്രദറിന് നൽകിയിട്ടുണ്ട്. ഈ ആത്മീയ മേഖലയിൽ നമ്മൾ വരുമ്പോൾ ദൈവം ഒരുപാട് കൃപകൾ നൽകും. അത് ബ്രദറിനോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കും. ഒത്തിരി സ്നേഹത്തോടുകൂടി ബ്രദർ എന്ന് പറയുന്നു. അതുപോലെ ബ്രദറിനും ഒത്തിരിയേറെ നമ്മൾ ബ്രദറിനെ ഞാൻ ശ്രമിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങളാണ് കേട്ടിരിക്കുന്നത്. ഞാൻ പുറത്തുനിന്നിങ്ങനെ കേട്ടു. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മാവിൻ്റെ വലിയൊരു കൃപയുള്ള മനുഷ്യരുടെ ദൈവത്തിൻ്റെ പേരിൽ ഒരു സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഗാനശുശ്രൂഷയ്ക്കായിട്ടുള്ളത് നമ്മുടെ സിറിലേറ്റനാണ്. സിറിലേറ്റൻ്റെ ജീവിത പങ്കാളിയും സിറിലേറ്റൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഗാനശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്, അതിനെ സഹായിക്കുന്നവരാണ്. അതും ദൈവത്തിൻ്റെ വലിയൊരു ദാനം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളാണ് ഇവരുടേത്. ദൈവം ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി ഗാനശുശ്രൂഷയിലൂടെ നമ്മുടെ ആത്മീയമായിട്ട് ഉണർത്തിയ സിറിലേറ്റനും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആത്മാവിൽ ഒത്തിരിയേറെ ദൈവവചനം ശ്രമിക്കാനായിട്ട് സാധിച്ചതും ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബത്തിലും അനുഭവിക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് വേണ്ടി ഒരുപാട് പേര് ഈ ആരാധനയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ പോലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. പക്ഷേ മണിക്കൂറുകളോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ ലഭിച്ചവർക്ക് തന്നെയാണ്. ഒത്തിരിയേറെ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിലായിരുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് സാധിച്ചത്. ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിന് നൽകിയിരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്ന ഓരോ വ്യക്തികൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അവരുടെ കുടുംബങ്ങളിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തവരല്ല. ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ദൈവത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി അവർ സമയം മാറ്റിവെച്ചതാണ്. ദൈവം അവർക്ക് ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളൊക്കെ നൽകും. ഒത്തിരി സ്നേഹത്തോടുകൂടി ഇടവകയുടെ പേരിൽ നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയുടെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹപൂർവ്വം നൽകുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ ഈ ധ്യാനം തന്നെ ബുക്ക് ചെയ്തത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നമ്മുടെ ഇടവക വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ ധ്യാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനോട് കൂടി നന്ദി പറയുകയാണ്. പിന്നെ നമുക്ക്
സഭയുടെ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകി ചെയ്തു തന്നിരുന്നു. എല്ലാ ബഹുമാനപ്പെട്ട കൈക്കാരന്മാർക്കും നന്ദി പറയുകയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വന്നതിനെ പ്രതി ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇനിയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത്. ഇന്ന് ധ്യാനം സമാപിക്കുമ്പോൾ, ധ്യാനം സമാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട വചനഭാഗം, വചനങ്ങൾ, സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ധ്യാനം ജീവിക്കുക എന്ന് പറയുന്നത്. ധ്യാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനിയുള്ള ആത്മീയമായ ദിനങ്ങളാകട്ടെ, നോമിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാനത്തിൽ കേട്ട നല്ല ചിന്തകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദൈവം ഓരോരുത്തരെയും